ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കറുമുറേന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. 1 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു സ്നാക്ക് തയ്യാറാക്കി ബോക്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്കിത് കഴിക്കാൻ പറ്റും. ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴും കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തും ചായയുടെ കൂടെ നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് പൊടികളൊക്കെ ഒന്ന് എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്ത പൊടിയാണെങ്കിലും പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കുറച്ച് കായത്തിൻ്റെ പൊടി, അധികം ആകാൻ പാടില്ല, ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. ഇനി ഇതിലേക്ക് 1 സ്പൂണ്, ഒരു വലിയ സ്പൂണിന് മുഴുവനും 1 സ്പൂണ് വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ കലോഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കരിഞ്ജീരകം, ഇതും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കറുത്ത എള്ള് ചേർത്താലും മതി. ഇതുണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കണേ. ഇതെല്ലാം മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഏത് കപ്പിലാണോ നമ്മൾ അരിപ്പൊടി എടുത്തത് അതേ കപ്പിന് 1 കപ്പ് വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്താലായിരിക്കും നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി കൊണ്ടുണ്ടല്ലോ, അരിപ്പൊടിയും മുളക് പൊടിയും എല്ലാം, ഇതെല്ലാം കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യണം. അധികം നേരം സ്റ്റൗ ഓൺ ചെയ്ത് മിക്സ് ചെയ്യരുത്. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇതുപോലെ വെക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ നമ്മളിത് തുറക്കണം. ചൂട് അങ്ങനെ തന്നെ ഉണ്ടാവണം. ആ എല്ലായിടത്തും ഒന്ന് ചൂട് നന്നായിട്ട് തട്ടാൻ വേണ്ടിയിട്ടാണ് മൂടി ഒരു 10 മിനിറ്റ് നമ്മൾ വെക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ ചൂടോട് കൂടി തന്നെ ഇനി നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ പത്തിരിക്കൊക്കെ മാവ് കുഴയ്ക്കുമല്ലോ, അതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ച്, ഇപ്പോൾ ചപ്പാത്തി പൂരിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുറേശ്ശെ കൈ ഒന്ന് പതുക്കെ ഒന്ന് തണുത്ത വെള്ളത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ ഒന്ന് നനച്ചിട്ട് നമുക്കിതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വെള്ളം ഇനി ചേർക്കുകയേ ചെയ്യരുത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം മാത്രം. ഏത് കപ്പിലാണോ നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് അതേ കപ്പിന് 1 കപ്പ് വെള്ളം മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ. വെള്ളം ഒട്ടും തന്നെ കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ എണ്ണ അധികം കുടിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാനും ഇത് പറ്റില്ല. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നല്ലൊരു വെണ്ണ പോലെ ആകും. ഇതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമ്മളിതൊന്നും പരത്തിയെടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഒരു ചെറിയ റോളായിട്ട് ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുവാണെങ്കിൽ പ്രസ്സറിലൊക്കെ വെച്ച് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കോല് വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താലും മതി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രത്യേക തരം ഷേപ്പിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ സൈഡിലൊക്കെ ഒരു കുറച്ചിങ്ങനെ വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇത് കണ്ടോ, ഞാനിപ്പം ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. ഇത് കണ്ടോ, നമുക്ക് 1 കപ്പ് അരി കൊണ്ട് ഇത്രത്തോളം നമുക്ക് സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് വറുത്തെടുക്കാനുള്ള എണ്ണയും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം കുറച്ച് കരിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് ഉണ്ടല്ലോ, അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവണം. നമുക്കിപ്പം വലിയ അകന്ന പാത്രമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണെങ്കിൽ ഒരു 4-5 ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂട് വേണം എണ്ണയ്ക്ക്. ഇതുപോലെ ഇത് പൊള്ളി നമ്മുടെ ഇപ്പോൾ എണ്ണപ്പത്തിരിയൊക്കെ ആക്കുമ്പോൾ പൊങ്ങി വരില്ല, ഇതുപോലെ പൊങ്ങി വരും ഇത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വേകണം. അതിന് വേണ്ടിയിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് നമുക്കിവിടെ റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള അധികം എണ്ണയൊന്നും ഇത് കുടിക്കത്തില്ല. എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വലിച്ച് ഇതാകും. അപ്പോൾ ബാക്കി എല്ലാം കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതുകൊണ്ട് 1 കപ്പ് അരിപ്പൊടിയും കൊണ്ട് ഇത്രത്തോളം നമുക്ക് സ്നാക്ക് തയ്യാറാക്കി വളരെ
പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വിരുന്നുകാർ വരുമ്പോൾ സെർവ് ചെയ്യാനും അതുപോലെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ നേരത്തെ അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അധികം സമയവും വേണ്ട. അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി മാത്രം മതി. മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇവിടെ ഞാനിത് തയ്യാറാക്കി വെച്ചാൽ മക്കൾ ഒറ്റയടിക്കിരുന്ന് തീർക്കും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം.